Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് എംബ്രോയിഡറി ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജോർജറ്റിൻ്റെ ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് കളറിലെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കോമ്പിനേഷൻ കളറായിട്ട് കൊടുത്തിരിക്കുന്നത് റെഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പേസ്റ്റൽ ചോക്ലേറ്റ് കളറ് ത്രെഡ്, സിൽക്കി ത്രെഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് കളറാണ് നമ്മളൊരു എന്താ പറയുക ഒരു ഡ്രസ്സിനൊരു മാച്ചിങ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ചെറിയ കട്ട് ബീഡ്സ് വേണം. ആൻറ്റി ഗോൾഡ് കളറിലെ കട്ട് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഞാൻ പാറ്റേൺ വരച്ചിട്ടില്ല. അപ്പം ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ മൂന്ന് ഫ്ലവേഴ്സായിട്ടാണ് നമുക്കിത് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പം നെക്കൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ മൂന്ന് ഫ്ലവേഴ്സായിട്ട് താഴേക്ക് ഒരേ അളവിൽ ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം അതിന് ചുറ്റിനുമാണ് നമ്മൾ ഈ ഒരു റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം പതുക്കെ താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിക്കുമ്പോഴാണ് നമുക്ക് റിംഗ് നോട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത്. റിംഗ് നോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 1 ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള നീഡിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ റിംഗ് നോട്ട് ചെയ്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 1 വെച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ടും ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബുള്ളിയൻ റോൾസും ഒക്കെ നമുക്ക് അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫ്ലവർ ചെയ്തിരിക്കുന്ന റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലവർ, അതായത് നമ്മൾ താഴേക്ക് മൂന്ന് ഫ്ലവേഴ്സ് വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫ്ലവർ വരുമ്പോൾ സെൻറ്ററിലായിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം വരുന്നത് ഈ പേസ്റ്റൽ ചോക്ലേറ്റ് കളറാണ്. 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ റെഡ് കളർ വരും. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസൈൻ പോകുന്നത് കേട്ടോ. അതിനുശേഷം താഴേക്ക് നമ്മളൊരു 1 ഇഞ്ച് അകലത്തിൽ നമ്മൾ മഞ്ഞക്ക് മാർക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ബീഡ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ ത്രെഡ് എടുത്തിട്ട് 2-3 പ്രാവശ്യവും കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ബീഡൊക്കെ അഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബീഡ്സ് ഇല്ലേ നമ്മുടെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ 1 ഇഞ്ച് അളവിൽ നമ്മൾ എടുത്തിട്ടുള്ള ഭാഗത്തായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കണ്ടോ, 3 ഫ്ലവേഴ്സായിട്ട് താഴേക്ക് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ലെയറിൽ ഫുള്ള് റെഡ്, താഴത്തെ സെക്കൻഡ് ലെയറിൽ ഫുള്ള് പേസ്റ്റൽ ചോക്ലേറ്റ് കളറ്, ലാസ്റ്റ് ഭാഗത്തായിട്ട് റെഡ് കളറ്, പിന്നെ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ കട്ട് ബീഡ്സ്.
പിന്നെ ദുപ്പട്ടയിൽ വന്നിട്ട് വൈറ്റ് കളറിലെ സ്റ്റോൺ നിറയെ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് 2 ഫ്ലവേഴ്സ് വെച്ചിട്ട് റെഡ് കളർ ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിസൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.